മുഖ്യമന്ത്രി സ്ഥാനം പൊലിഞ്ഞ കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ നേതൃമാറ്റമില്ലെന്ന് വ്യക്തമാക്കി കർണാടകത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാല. ഡി.കെ. അനുകൂല എം.എൽ.എമാർ പരസ്യ പ്രതികരണം നടത്തവെയാണ് ഹൈക്കമാൻഡ് നിലപാട് വ്യക്തമാക്കിയത്. ഇവരുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഒരു നേതൃമാറ്റം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നേതൃത്വം ആദ്യം വ്യക്തമാക്കിയത്. എന്നാൽ ഡി.കെ. ശിവകുമാറിന് അധികാരം കൈമാറേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണോ ഹൈക്കമാൻഡ് സ്വീകരിച്ചു കഴിഞ്ഞത്? കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഡി.കെ. ശിവകുമാർ. പണമായും അതോടൊപ്പം തന്നെ കൈക്കരുത്തിൻ്റെ ബലത്തിലും പാർട്ടിയെ അവിടെ കെട്ടിപ്പടുത്തതും ഡി.കെ. ശിവകുമാറാണ്. ഒടുവിൽ ഉപയോഗം കഴിഞ്ഞപ്പോൾ ഡി.കെ. ശിവകുമാറിനെ വലിച്ചെറിയുകയാണ് കോൺഗ്രസ്. സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്നും നേതൃമാറ്റം ഉണ്ടാകില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു ആളെ പരിഗണിക്കുന്നില്ല എന്നും ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. രൺദീപ് സിംഗ് സുർജേവാല അവിടെ എത്തിയിരുന്നു. അവിടെ എത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചത്. അത് ഈ ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കുറേയധികം എം.എൽ.എമാർ, കോൺഗ്രസ് എം.എൽ.എമാർ ഈ അടുത്തിടെ രംഗത്ത് വന്നിരുന്നു. അതിനിടെയാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അങ്ങനെയൊരു ചർച്ചയെ വേണ്ട എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡി.കെ. ശിവകുമാർ തന്നെ ഇതിൽ പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് രൺദീപ് സിംഗ് സുർജേവാല തന്നോടൊരു പ്രസ്താവന നടത്താൻ പറഞ്ഞു, അത് താൻ നടത്തുകയാണ്. അതായത് നേതൃമാറ്റമില്ല, മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ തുടരും. ഏതെങ്കിലും തരത്തിൽ ഈ പരസ്യ പ്രതികരണം നടത്തുന്ന എം.എൽ.എമാർക്കെതിരെ ഹൈക്കമാൻഡ് കർശന നടപടിയെടുക്കും. ഇതാണ് ഡി.കെ. ശിവകുമാർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അതൃപ്തിയുണ്ട്. അടുത്ത നീക്കം ഡി.കെയുടേത് എന്താകും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. വലിയ രാഷ്ട്രീയ കളികൾ കർണാടകത്തിൽ നടക്കാൻ പോകുന്നു എന്ന് ചുരുക്കം. ഡൽഹിയിൽ നിന്നും ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.